മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വർഷ. ഒരു നല്ല അഭിനേത്രിയായും അവതാരികയായും അതുപോലെ ഒരു ആർജയും ഒക്കെയായി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വർഷ കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഒരുപാട് വേദനകളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഞാൻ അനുഭവിച്ച എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു, അദ്ദേഹവും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ ചതിക്കപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വർഷം തന്നെയായിരുന്നു അത്. വർഷ രമേശിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും എത്തുന്നത്. പലരുടെയും വിഷൻ ബോർഡിൻ്റെയും മേശയുടെ അടിയിൽ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിൻ്റെയും മാനിഫെസ്റ്റേഷൻ ദൃഢപ്രതിജ്ഞയുടെയും 2025 നേട്ടങ്ങളുടെയും ഫോട്ടോസിൻ്റെയും മറ്റും റീൽസിൻ്റെയും ഒക്കെ ഓരോ പോസ്റ്ററുകൾ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് ശരിക്കും പറഞ്ഞാൽ നടത്തിയാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വർഷ പറയുന്നു. 2025 വേറെ തന്നെ ഒരു വർഷമായിരുന്നു. ഈ വർഷം ഞാനൊരു BMW സ്വന്തമായി വാങ്ങിയ വർഷമാണ്. അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി നഷ്ടപ്പെട്ട് വീണ്ടും വട്ടപൂജ്യം ആയത്. മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണിത്. ഈ വർഷം തന്നെയാണ് ഉത്കണ്ഠ, നെഞ്ചിടിപ്പ്, കുടുക്ക്, പാനിക് അറ്റാക്ക് തുടങ്ങിയവയുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഞാൻ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു ഇത്. പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ, എൻ്റെ തെറ്റുകൊണ്ടല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ നഷ്ടമായത്. അതിൻ്റെ കണക്കുകൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വേദനയാണ്. അങ്ങനൊരു സംഭവം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റേത് കയ്യിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ പൊതുവെ അങ്ങനെ ആരും അധികമായി താരതമ്യം ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ കാര്യം ഞാൻ അങ്ങനെയല്ല. പക്ഷേ ഈ താരതമ്യം ചെയ്യാത്ത ഒരാൾ വർഷം തന്നെ മറ്റു പലരുമായി താരതമ്യം ചെയ്ത് പെട്ടുപോയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ വർഷമാണിത്. ഞാനൊരു 4-5 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള വർഷമാണിത്. പക്ഷേ ഇതൊക്കെ വാങ്ങി ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണൊരു വർഷമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇത്രയും ഒറ്റയ്ക്കാവുന്നത്, ഇത്രയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ആയി. രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവുന്നത് എനിക്കിഷ്ടമില്ല, കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ. എനിക്കപ്പോൾ തുടങ്ങും വിഷമങ്ങളും പ്രശ്നങ്ങളും. മാനസികമായി ആകെ സമ്മർദ്ദത്തിലാകും. ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ളൊരു വർഷമായിരുന്നു 2025. ഇങ്ങനെ പോകുന്നു വർഷ രമേശ് എന്ന RJ വർഷയുടെ പോസ്റ്റ്. ഇതിലൂടെ തന്നെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് പറ്റിയ കാര്യങ്ങളെക്കുറിച്ചും വർഷ പറയുന്നുണ്ട്. ഭർത്താവുമായിട്ടുള്ള റീലുകൾ അധികം പങ്കുവെക്കാത്തത് കൊണ്ട് തന്നെ സംശയമുണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുകയാണെങ്കിലും ഇത്രയും ലാഘവത്തോടെ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് ആളുകൾ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാലും ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് വർഷ സംസാരിച്ചതെന്ന് പറയുന്നവരുമുണ്ട്. ഭർത്താവുമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നവരും നിരവധി പേരാണ് ഇതിൻ്റെ താഴെ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.